സൂര്യൻ അവിടെ ഉദിച്ചിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കും. സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഗ്രീൻ എനർജിയാണ്. ഇവിടെ കറണ്ട് ചാർജൊക്കെ ഒരുപാട് നമുക്ക് കുറവുണ്ട്. കംപ്ലീറ്റ് അവർ 2 ദിവസം കൊണ്ട് തന്നെ അവർ എല്ലാം ക്ലിയർ 2 ദിവസം കൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആക്കി തന്നു. ഹായ്, ജെറ്റി ഓട്ടോമേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സൈറ്റ് റിവ്യൂ ചെയ്യാനായിട്ടാണ്. ഇവിടെ കൊല്ലം ജില്ലയിലുള്ള തന്നെ ചെങ്ങമ്മനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഹൗസ് ഓണർ എന്ന് പറയുന്നത് മത്തായി ലൂക്കോ സാറാണ്. സാർ നമ്മുടെ കമ്പനിയുടെ ഒരു ഡീലറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം സാറിന് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ പ്ലാന്റിൽ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും സാറിൻ്റെ ഒരു അഭിപ്രായം എല്ലാം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമർ മത്തായി സാറിനോടൊപ്പമാണ് ഉള്ളത്. സാറ് നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ഡീലറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാറിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ. സാർ എന്തുകൊണ്ടാണ് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊരു ഡിസിഷനിലേക്ക് എത്തിയത്? ഇപ്പോൾ കാരണം സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അത് സോളാർ വെച്ച് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ കഥകൾ അറിയത്തുള്ളൂ. വേറെ ആർക്കും അറിയത്തില്ലത്. നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ആർക്കും അറിയില്ല ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സോളാർ, ഞാൻ പറയുന്നത് ഇത് ഗ്രീൻ എനർജിയാണ്. ഇതനുസരിച്ച് എല്ലാവരും സോളാർ വെക്കാനാണ് ഞാനും പറയുന്നത്. കാരണം എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഒന്നാമത് നമ്മുടെ കറണ്ട് ചാർജൊക്കെ ഒരുപാട് നമുക്ക് കുറവുണ്ട്. പിന്നെ 1000-1500 വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് വരുന്നത് 300 രൂപ. ഇപ്പോൾ വരുന്നത് എനിക്ക് 116 രൂപയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസവും അതിന് മുന്നേ 115, 116 ഇങ്ങനെയാണ് ഇപ്പം ബില്ല് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും സോളാർ വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സാറ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതായിരുന്നു, അതോ സെയിൽസ് എഞ്ചിനീയർ പറഞ്ഞു തന്നതായിരുന്നു? ഇല്ല, GIE ഓട്ടോമേഷൻ തന്നെ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത്. അത് കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് സെപ്പറേറ്റ് ഒന്നുമില്ല. കമ്പനി എല്ലാവർക്കും ഒരേപോലെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ട്. നമ്മളത് ഇപ്പോഴ് എൻ്റെ ഉദാഹരണം പറയാൻ ഇപ്പോൾ അടുത്തിവിടെ 2 അനുഭവങ്ങൾ നടന്നു. കാരണം വേറെ ഏതോ സോളാർ ഡീലർ നടത്തിയിട്ടുള്ളതാണ്. കാറ്റടിച്ചപ്പോഴത്തേക്ക് അതെല്ലാം ഇളകി വീണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ വീട്ടിലാണ്. പക്ഷെ അവർ ഓരോ കമ്പനിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഏത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ GIG അപേക്ഷിച്ച് അവർ നല്ല വർക്കാണ്. അതിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മീറ്ററൊക്കെ വെക്കാനായിട്ട് KCB എത്ര ദിവസം വേണ്ടി വന്നു? പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് മീറ്റർ വെക്കാൻ നമുക്ക് ഏതാണ്ട് 25-30 ദിവസം 30 ദിവസത്തിനുള്ളിൽ എനിക്കെല്ലാം സംഭവം എല്ലാം ക്ലിയറായി. എനിക്ക് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ പിന്നെ നെറ്റ് മീറ്റർ എല്ലായിടവും കിട്ടുന്നില്ല, അവൈലബിൾ അല്ല. എങ്കിൽ തന്നെയും പിന്നെ അവരും നമ്മളോട് നല്ല KCB നമ്മളോട് നല്ല സപ്പോർട്ടായിരുന്നു. അവിടുത്തെ മാഡമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇതാണ്, നമുക്ക് സപ്പോർട്ടാണ് ചെയ്തത്. നമ്മുടെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം വെണ്ടർക്ക് കൊടുക്കാൻ വേണ്ടി അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച് ഞങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്തു തന്നു. പിന്നെ ഞങ്ങളുടെ എവിടെ ഞങ്ങളിപ്പോൾ സൈറ്റ് തുറന്നിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം ഇതേവരെ ഇപ്പം ഞങ്ങളിപ്പോൾ അതുകൊണ്ട് ഒരു 10-30 വർക്കോളം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇതേവരെ ഒരു കംപ്ലൈൻറ്റ് GIG മറ്റുള്ള ഇതിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ഒക്കെ എത്ര ദിവസം വേണ്ടി എടുത്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട്? കംപ്ലീറ്റ് അവർ 2 ദിവസം കൊണ്ട് തന്നെ അവർ എല്ലാം ക്ലിയർ 2 ദിവസം കൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആക്കി തന്നു. അന്ന് മഴയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അവർ 2 ദിവസത്തിനുള്ളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി വന്ന് വർക്കേഴ്സ് എല്ലാം വന്ന് ആത്മാർത്ഥയോടെ എന്നോട് പെരുമാറി. അതേ രീതിയിൽ അവർ വർക്ക് ചെയ്തു. അതേ നല്ല പ്രൊഡക്ഷനും എനിക്കുണ്ട്. നല്ല വർക്കാണ്. നോർമൽ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ടോപ്കോൺ പാനലാണ് വെച്ചിരിക്കുന്നത്. അദാനിയുടെ ടോപ്കോണാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് നല്ല പ്രൊഡക്ഷനുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല. ഇതേവരെ മഴക്കാലത്ത് നല്ല പ്രവർത്തനമുണ്ട്. അത് നമ്മൾ പറയണ്ട. അത് സൂര്യൻ അവിടെ ഉദിച്ചിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഇടയ്ക്ക് സർവീസ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? സർവീസ് ഇതുവരെ സർവീസിന് അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്ന് അവർ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്യും, നമ്മളെ ഇൻഫോം ചെയ്യും. അതനുസരിച്ച് അവർ വരികയും പോവുകയും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പക്ഷേ വേറെ ചില ആൾക്കാർ, എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത്, അവർക്ക് വർക്കുകളൊന്നും അത്ര അതായത് സർവീസൊന്നും അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് അനുഭവമുണ്ട്. പക്ഷേ അവർ എവിടെയെന്ന് പറഞ്ഞാൽ അവർ ഓഫീസൊക്കെ വരുന്നത് കോയമ്പത്തൂർ, അവിടെ ഇവിടെയൊക്കെയാണ് നടക്കുന്നത്. അവർക്കിപ്പം അവർക്ക് സർവീസൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഇതിപ്പം നമ്മുടെ ചുവട്ടടി തന്നെ ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും, ഉടനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിത് കണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ് നമ്മൾ ഈ പറയാൻ കാരണം. വേറെ ആരും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, വേറെ കമ്പനിയുടെ ആരും എനിക്കറിയില്ല. പക്ഷെ അവർ അങ്ങനെ അനുഭവിക്കുന്ന ചില ആൾക്കാർ പറഞ്ഞ് കാറ്റൊക്കെ വന്നിട്ട് സ്ട്രെച്ചറൊക്കെ പൊളിഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ആൾക്കാർക്ക്. അവരൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വീടുകളിലൊക്കെ ഉണ്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ കൂട്ടുകാരൻ തന്നെ, അവന് 24,000 രൂപ കറണ്ട് ചാർജ് അടച്ചുകൊണ്ടിരുന്നത് പെർ മന്ത്. അവനിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ് ഇപ്പോൾ അവന് വരുന്ന കറണ്ട് ചാർജ്. അതെ, പിന്നെ സബ്സിഡി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സബ്സിഡി ഒക്കെ കിട്ടി, സമയത്തിന് തന്നെ എൻ്റെ സബ്സിഡി കിട്ടി. പക്ഷേ ഇവിടെ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കുറേ കംപ്ലൈൻറ്റുകൾ കണ്ട്. ഈ കംപ്ലൈൻറ്റുകൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് ഇവർ പറയുന്നത് പോലൊന്നും അല്ല നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വെണ്ടർ എന്ന് പറഞ്ഞവർ നല്ല രീതിയിൽ പേപ്പർ വർക്കുകളൊന്നും ചെയ്യത്തില്ല. കാരണം പിന്നെ പുള്ളിയുടെ പേരിൽ ആയിരിക്കുകയല്ല പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പം വീടിൻ്റെ കറണ്ട് ചാർജിൻ്റെ ബില്ലും പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടേ ഞങ്ങൾ മുന്നോട്ട് നടത്തത്തുള്ളൂ. ഞങ്ങൾ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ആർക്കും പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വേറൊരിടത്തും പ്രവർത്തിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റോ പ്രശ്നങ്ങൾ വരുന്ന ഉടനെ അറിയിക്കുന്നു. ആ കംപ്ലൈൻറ്റ് അവർ ഉടനെ ഡീൽ ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് പ്രശ്നം വരുന്നില്ല. അങ്ങനെ ഉണ്ട്. അപ്പം മറ്റുള്ള കമ്പനികളെന്ന് പറഞ്ഞാൽ ഇപ്പം കോയമ്പത്തൂരിലൊക്കെ ഉള്ള കമ്പനി ഇപ്പോൾ എപ്പോൾ വരാനും നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് ഇതാ പറയുന്നത്. അതുപോലെ സ്ട്രെച്ചർ വർക്ക് ചെയ്യുന്നത്, സ്ട്രെച്ചറിൻ്റെ ഇൻസുലേഷൻ. ഇപ്പോൾ ഞാൻ 10-40 വർഷത്തോളം ഗൾഫായിരുന്നു. ഇപ്പം ഞാൻ വന്നു ഇതിൻ്റെ ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. ഞാനും എൻ്റെ കൂടെ ജോസ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഇപ്പം ജോൺ കുരാക്കാരൻ പ്രൊഫസർ, ഞങ്ങൾ 3 പേരോടാണ് ഇപ്പം ഞങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കരയിൽ. പിന്നെ ഇപ്പം പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇതിപ്പോൾ ഇലക്ഷന് കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ഡീൽ ചെയ്യാനൊക്കെ ആയിട്ട് ഓരോരുത്തർ പേടിപ്പിക്കൽ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തോ ആകട്ടെ, പക്ഷേ സോളാർ എന്ന് പറഞ്ഞത് അതിൽ നിന്ന് നമ്മൾ നല്ല അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നല്ലൊരു വെണ്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതും നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ചവിട്ടടിയിൽ. ഇപ്പം ഞാൻ കിഴക്കത്തിരൂരിലാണ് ഉള്ളത്. ഇപ്പം ആയൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയൂരുമായിട്ട് വളരുന്നില്ല. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല. പക്ഷെ കോയമ്പത്തൂരുള്ള ആൾക്കാർ എങ്ങനെ വന്ന് സർവീസ് ചെയ്യും? അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ അറിയാവുന്ന വെണ്ടർമാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എപ്പോഴും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ജിജിയുടെ സർവീസിൽ ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് എന്താണ് സാറിന്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല സർവീസ് അതാണല്ലോ നമ്മുടെ മെയിൻ. നമുക്ക് നല്ല സർവീസ് കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം നമുക്ക് തന്നെ ഇപ്പം പല ആൾക്കാരുടെ നമ്മൾ ഫേസ് ചെയ്തിരിക്കേണ്ടി വരും. അതായത് ഇപ്പം ഫ്രാഞ്ചൈസിയൊക്കെ എടുക്കുമ്പോൾ പല വീടുകൾ, പല ആൾക്കാർ, ഓരോരുത്തരും ഓരോ മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ യോജിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മളും അതേപോലെ നിന്നേ പറ്റും. മെയിനായിട്ട് ക്ഷമ വേണം ഇതിന്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ രീതിയിൽ ഞങ്ങൾ കസ്റ്റമറുമായിട്ട് ഞങ്ങൾ സഹകരിക്കും. പക്ഷെ നിൻ്റെ ഇഷ്ടം നോക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ആരുമായിട്ട് ഞങ്ങൾ വഴക്കോ പ്രശ്നങ്ങൾ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ 1 വർഷത്തോളം ആവുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നാൽ ഉടനെ ഞങ്ങൾ ഡീൽ ചെയ്തു. അപ്പോൾ പിന്നെ കംപ്ലൈൻറ്റ് വരുന്നില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയാണ് ഇപ്പോൾ GIG ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 3 കിലോവാട്ട് പ്ലാന്റിൻ്റെ സൈറ്റിലാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 6 പാനൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അദാനിയുടെ തന്നെ ടോപ്കോൺ ബൈഫേഷ്യൽ പാനൽസ് ആണ്. ബൈഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം 2 സൈഡിൽ നിന്നും സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ നിന്നുള്ള സൺലൈറ്റ് ക്യാപ്ചർ ചെയ്ത് പെർ ഡേ ഇവിടെ ഒരു 12 to 14 യൂണിറ്റ്സ് വരെ പ്രൊഡക്ഷൻ നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാനൽസ് ഉപയോഗിച്ചിരിക്കുന്നത് 565 വാട്ട്സിൻ്റെയാണ്. പാനൽസിന് വാറണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ 13 years പെർഫോമൻസ് വാറണ്ടി എടുക്കുന്നുണ്ട്. അതുപോലെ 12 years പ്രൊഡക്ഷൻ വാറണ്ടിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാനൽസ് ഒരു 13 yearsോളം നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്.
അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ്സ് എന്ന് പറയുന്നത് അപ്പോളോയുടെ തന്നെ 16SWGയുടെ പൈപ്പ്സ് ആണ്. ഇവിടെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത് ഇതൊരു ഷീറ്റ് റൂഫ് സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള പാനൽ ഒരു 13 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി കൊടുത്തിട്ട് നോർത്തിൽ പൊക്കിയും സൗത്തിൽ താഴ്ത്തിയാണ് കൊടുത്തിട്ടുള്ളത്. നോർത്തിൽ ഒരു 2.1 മീറ്റർ ഹൈറ്റിലും സൗത്തിൽ ഒരു 1.8 മീറ്റർ ഹൈറ്റിലുമാണ് ഇവിടെ പാനൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ലൈറ്റ്നിങ് അറസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 10 മീറ്റർ റേഡിയസിലൊക്കെ ഒരു ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ ഈ പാനലിനേക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ലൈറ്റ്നിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആണ് ലൈറ്റ്നിങ് റെസിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ സൈഡ് വന്നിട്ട് ഇതാണ്. ഇവിടെ നമ്മൾ 3 കിലോവാട്ടിൻ്റെ PV ബ്ലിങ്കിൻ്റെ ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ സോളാർ പാനലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന DC കറണ്ട് ഈ DC ബോക്സിൽ വന്ന് ഇവിടെ നിന്ന് ഇൻവെർട്ടർ സൈഡിലോട്ട് പോയാണ് AC കറണ്ട് ആക്കി മാറ്റുന്നത്. ആ AC കറണ്ട് പിന്നെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ എക്യുപ്മെൻറ്റ്സ് എല്ലാം റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് AC കറണ്ടാണ്. പിന്നെ ഇതിന് ഈ PV ബ്ലിങ്കിൻ്റെ ഇൻവെർട്ടറിന് എന്ന് പറയുമ്പോൾ ഒരു 10 ഇയേഴ്സോളം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഫേസ് കണക്ഷനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാനൽ ടോപ്പ് കോൺ ആയതുകൊണ്ട് തന്നെ ഒരു പീക്ക് പ്രൊഡക്ഷൻ ടൈമിൽ ഒരു 17 amps MPPT വരെ ഇൻപുട്ട് പ്രൊഡക്ഷൻ പോകാറുണ്ട്. അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ PV ബ്ലിങ്കിൻ്റെ ഇൻവെർട്ടറിനാണ് പറ്റുന്നത്. എന്ന് പറയുമ്പോൾ PV ബ്ലിങ്കിൻ്റെ ഇൻവെർട്ടറിന് ഒരു 18 MPPT വരെ പോകാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സും AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ അസംബിൾ ചെയ്ത് എടുത്തിട്ടുള്ള ഹാവൽസിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ 3 എർത്തിങ്ങാണ് നമുക്കിവിടെ ആവശ്യം വന്നിട്ടുള്ളത്. ഒരെണ്ണം ലൈറ്റ്നിങ് റെസിസ്റ്ററിലേക്കും പിന്നെ സ്ട്രക്ചറിലും പാനലിലുമായിട്ട് ഒരു DC സൈഡ് എർത്തും പിന്നെ ഒരു AC സൈഡ് എർത്തിങ്ങും. ഇങ്ങനെ 3 എർത്തിങ്ങാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോ പ്ലാൻ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ JT ഓട്ടോമേഷനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വെണ്ടർ ആയിരിക്കും നമ്മുടെ കമ്പനി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്താണെങ്കിൽ ആയൂരാണ് ഹെഡ് ഓഫീസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലുണ്ട്, തിരുവല്ലയിലും ഉണ്ട് ടൗണിലായിട്ട്. പിന്നെ നമ്മുടെ സർവീസ് വരുന്നതെന്ന് പറഞ്ഞാൽ 5 വർഷം ഫ്രീ സർവീസ് വരുന്നുണ്ട്, മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൽ തന്നെ 1 വർഷത്തിൽ 4 സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒരു വാഷിംഗ് ഉൾപ്പെടെയാണ് സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.